സ്വർണം മോഷ്ടിച്ചു എന്ന് നമുക്കെല്ലാം ഉറപ്പായി. സ്വർണം മോഷ്ടിച്ചതിന് കയ്യാളായി ഒരു പോൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക കാലാളായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉപയോഗിച്ചതാരാ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈയും കാലുമാണ്. പക്ഷെ തല ആരുടെയാണ്? ആ തലയുടെ ആൾക്കാരെയാണല്ലോ നമ്മൾ അറസ്റ്റ് ചെയ്യേണ്ടത്. അവർ തീർച്ചയായും അറസ്റ്റ് ചെയ്യപ്പെടണം. ഒന്ന് ആലോചിച്ച് നോക്കുക. ഞങ്ങളൊക്കെ വലിയ വിശ്വാസികളാണ്. നമ്മളെ വിളിച്ചിട്ട് തിരുപ്പതി ബാലാജി അല്ലെങ്കിൽ ശബരിമല അയ്യപ്പൻ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ഒരു ഇത് വരുന്നുണ്ട്, നിങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ സന്തോഷത്തോടെ പോകില്ലേ? എന്നിട്ട് ഇനി എന്തെങ്കിലും സംശയം തോന്നി ചോദിക്കുകയാണെങ്കിൽ ദേവസ്വം ബോർഡിന്റെ കൈപ്പടയിലുള്ള ഒഫീഷ്യൽ ലെറ്ററും ഉണ്ട്. അതായത് വിശ്വാസികളുടെ വിശ്വാസം വെച്ച് വിശ്വാസ വഞ്ചന നടത്തി, വിശ്വാസത്തെ മുതലാക്കി, വിശ്വാസത്തെ വ്യാപാരം ചെയ്ത്, വിശ്വാസത്തെ ചൂഷണം ചെയ്ത് കാശുണ്ടാക്കി. യഥാർത്ഥത്തിൽ ജയറാമേട്ടനൊക്കെ ഇത് പെട്ടുപോകുന്നതാണ്. അവർക്ക് എന്ത് ചെയ്യാനാണ്? ഞങ്ങളുടെ ശബരിമലയുണ്ട്, പൂജയ്ക്ക് വേണ്ടി കൊണ്ടുവരികയാണ്, ഗോൾഡ് പ്ലേറ്റിംഗ് ആണ്, നമ്മുടെ ലെറ്റർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും എങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യും? അവർക്ക് ഈ സംവിധാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് സെലിബ്രിറ്റീസ് ഒന്നും ഇതിൽ പെട്ടുപോയതാണ്. ഈ തമിഴ്നാട്, ആന്ധ്ര, കർണാടക പ്രദേശങ്ങളിൽ ശബരിമല അയ്യപ്പൻ്റെ എന്ന്